വാദം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ ഭാഗം നമ്മളൊന്ന് കേൾക്കുക. മർവാൻ മദീനയുടെ അധികാരം നടത്തിയിരുന്ന ആ കാലത്ത് മഹാനായ സഹാബി വര്യൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നു. റഅയ്തു ഉസാമത്ത് ബിൻ സയ്യിദ് യുസല്ലി ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യദഉ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ ദുആ ചെയ്യുകയാണ്. കേട്ടല്ലോ. അപ്പൊ ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നു. അവിടുന്ന് ഖബറിന്റെ അരികിൽ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് ഈ സംഭവം കൊണ്ടുവന്നത്? മമ്പുറം ജാറത്തിലേക്കും അതുപോലെ പുത്തമ്പള്ളി ജാറത്തിലേക്കും അജ്മീറിലേക്കും ഏറുവാടിയിലേക്കും മടവൂരിലെ ജാറത്തിലേക്കും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജാറത്തിലേക്കും അതുപോലെ തന്നെ ഇ കെ മുസ്ലിയാരുടെ ജാറത്തിലേക്കും ഇനി വരാനുള്ള ജാറങ്ങളിലേക്കും ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ, അവരെ അതിലേക്ക് വിളിക്കാൻ മഹാനായ സ്വഹാബിയുടെ പേരിൽ ശുദ്ധമായ കളവ് ആരോപണം നടത്തിയിട്ടാണ് മുസ്ലിയാർ ഇവിടെ കാര്യം സ്ഥാപിച്ചത്. എന്താണ് അരികിൽ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ദാരിമി നിങ്ങൾക്ക് അത് എവിടെയായിരുന്നു എന്നുകൂടി പറയാമായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ആ ഉമ്മയുടെ ഹുജറ മുറിയുണ്ടല്ലോ, ആ മുറിയിലേക്ക് പ്രവേശിക്കുന്ന വാതിൽക്കൽ ഉസാമ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുനേ കിട്ടുള്ളൂ. ആ സംഭവം സ്വീകാര്യമാണെങ്കിൽ അത്രയേ കിട്ടൂ. എന്നാലോ ആ സംഭവം വ്യത്യസ്തമായ വഴികളിലൂടെ വന്നിട്ടുണ്ട്. ആ വന്ന വഴികളിൽ അധികവും ദുർബലമാണ്, അസ്വീകാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമെങ്കിൽ എന്തുകൊണ്ടാണ് അസ്വീകാര്യമായത് എന്ന് തെളിയിക്കാം. അതിനെന്ത് വേണം? ദാരിമി മുസ്ലിയാർക്ക് വരാൻ ധൈര്യമുണ്ടാകണം. ദാരിമി പറഞ്ഞ നുണയെ തിരുത്താൻ ആര് വരണം? ദാരിമി തന്നെയാണ് വരേണ്ടത്. വേറെ ആരും കച്ചകെട്ടി ഇറങ്ങിയിട്ട് കാര്യമല്ല. ഈ ഉള്ളവൻ തീർത്തു പറയുന്നു, ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ശുദ്ധമായ നുണയാണ് ദാരിമി സമൂഹ മധ്യത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഏറ്റവും പ്രബലമായി അംഗീകരിക്കാവുന്ന നിലക്ക് നമുക്ക് ലഭ്യമല്ല. ഇനി ലഭ്യമാണെങ്കിലോ അത് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായ പ്രവൃത്തിയും അല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ട് ജീവിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ഒരിക്കലും അവിടുന്ന് നിന്ന് അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. ഖബറിലേക്ക് നിസ്കരിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. എത്ര ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ നുണ ഇവിടെ പറഞ്ഞത്. ഇനിയോ സമസ്ത കൊണ്ടു നടക്കുന്ന ആശയത്തിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. ഇത് അഷ്റഫുൽ അൽവാൻ എന്ന അറബിയിലുള്ള സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ മർക്കസിലെ അധ്യാപകനായിട്ടുള്ള ഒരു ബാക്കവി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം ഷറഫൽ അനാം എന്ന മൗലിദിന്റെ വിശദീകരണമാണ്. ഈ പുസ്തകത്തിന്റെ 125-ാമത്തെ പേജിൽ കാണാം ഫൽ ഇസ്തിഗാസതു, സൂഫികൾ പഠിപ്പിക്കുന്ന ഇസ്തിഗാസ, അതുപോലെ ഷിയാക്കൾ പഠിപ്പിച്ച ഇസ്തിഗാസ, ബറേൽവികൾ കൊണ്ടു നടന്ന ഇസ്തിഗാസ, ഇവിടെ സമസ്ത വാദിച്ച് സ്ഥാപിക്കാൻ നോക്കിയ ഇസ്തിഗാസ ആദത്തുൻ ജാരിയത്തുൻ ബൈന സലഫ്, അത് പൂർവികർ പതിവായി ചെയ്തിരുന്ന കാര്യമാണ്. ലാ കമാ യഫ്അമു ബഅദുൻ നാസ് ഫി സമാനിൽ ഹാദിർ, ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെയല്ല. മിൻ അന്നഹും യഖൂലൂന ലാ അഖൂമു ബിൽ ഇസ്തിഗാസ ബൽ നതവസ്സലു, പേരോട് മുസ്ലിയാർ അടക്കമുള്ളവർ ഇപ്പോൾ മാറ്റി പറയുന്നു, ഞങ്ങൾ നടത്തുന്നത് മരിച്ചവരോടുള്ള ഇസ്തിഗാസയല്ല, മരിച്ചവരെ ഇടയിൽ വെച്ചുള്ള തേട്ടമാണ്. ആ നിലക്ക് സമസ്തക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു വാദം, ഇസ്തിഗാസയെയും തവസ്സുലിനെയും ഒന്നാക്കിയുള്ള ഒരു വാദം,
അത് പേരോട് മുസ്ലിയാരിലൂടെ പുറത്തു വന്നു. അയാൾ അടക്കമുള്ളവർക്ക് മറുപടി മർക്കസിൽ നിന്നാണ്. എന്താ പറയുന്നത്? ഫഹുവ മിൻ ഉലമാഇൽ മുനാഫിഖീന വസിന്ദീഖീന. അവരാരാണ്? ജാറങ്ങളിൽ പോയി യാ ശൈഖന, യാ വലിയന, യാ സയ്യിദന, യാ ഹബീബന, യാ മൗലാന എന്നിങ്ങനെ വിളിക്കാത്തവർ കപടന്മാരാണ്, അഗ്നി ആരാധകരാണ് എന്നാരാ പഠിപ്പിക്കുന്നത്? സമസ്തയിൽപ്പെട്ടവർ. ലിഅന്നൽ ഇസ്തിഗാസ വാജിബുൻ അലാ കുല്ലി മുസ്ലിം വമുസ്ലിമ 5 മറാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല അലൽ അഖൽ. ചുരുങ്ങിയത് ഒരു മുസ്ലിമിന്റെ, ഒരു മുസ്ലിമത്തിന്റെ ജീവിതത്തിൽ ജാറങ്ങളിൽ ചെന്നുള്ള ഈ ശിർക്കൻ ഏർപ്പാട് 5 തവണയെങ്കിലും നിർബന്ധമാണെന്ന് ഈ കിതാബ് പഠിപ്പിക്കുന്നു. അതിന് ഗണ്യതമായൊരു മറുപടി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നത് വിശ്വാസമുള്ള ഒരു മുസ്ലിമാണോ ഒരു ദിവസം നിർബന്ധമായും 17 തവണ പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാ തൗഹീദിന്റെ പോരിശ, അതാ തൗഹീദിന്റെ മഹത്വം. ആ തൗഹീദിന്റെ മർമ്മത്തിൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധങ്ങൾ, ശുദ്ധ ശിർക്കൻ വാദങ്ങൾ സമൂഹത്തിൽ എഴുതി പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ. സാധാരണക്കാരെ പ്രതികളാക്കുന്നില്ല, അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവർ പാവങ്ങളാണ്, സാധുക്കളാണ്. അവരിത് കേട്ടുപോകുന്നു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അകവും അവർ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു നേർമാർഗം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്തിനാണ് ഉസാമ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന പേരിൽ ദാരിമി അവതരിപ്പിച്ചത്? അത് അദ്ദേഹം തന്നെ പറയുന്നു, കേട്ടോളി. നിങ്ങൾ മമ്പുറത്ത് മഖാമിൽ ദുആർക്കുമ്പോൾ മഖാമിലേക്ക് ദുആർക്കുന്നു എന്നാക്കി മാറ്റുക അല്ലേ? ഇതാരാ തുടക്കം കുറിച്ചത്? ഇത് തുടക്കം കുറിച്ചത് മർവാനാണ്. ആ സമയത്ത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആയത്തും ഹദീസും ഒന്നും പറയാൻ പോയില്ല. കാരണം അവരോടത് പറഞ്ഞ കാര്യമില്ല. കേട്ടല്ലോ, മർവാൻ ഉസാമ റളിയല്ലാഹു അൻഹു ചെയ്തപ്പോ അന്നത്തെ ഭരണാധികാരിയായ മർവാൻ അത് പിടിച്ചു മാറ്റി വിലക്കി. അപ്പൊ നമ്മൾ ഇന്ന് ജാറത്തിലേക്ക് പോകുന്നവരെ പിടിച്ചു മാറ്റൽ അന്ന് മർവാൻ ചെയ്ത പണിയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ജാറത്തിലേക്ക് പോയിരുന്ന ആളാണ്. ഇവിടെ പറഞ്ഞ ജാറ ഏതാ? മമ്പുറം ജാറാണല്ലോ. അപ്പൊ ആ മമ്പുറം ജാറവുമായി ബന്ധപ്പെട്ട അപകടം തന്നെ നമുക്ക് കേൾപ്പിക്കാം. അതിന്റെ മുമ്പ് എന്തിനാണ്, കേട്ടോളി, ഈ സമസ്ത മുസ്ലിയാക്കന്മാരെ പിൻപറ്റുന്ന സാധാരണക്കാർ കേട്ടോളി, എന്താണ് നുസ്റത്തുൽ അനാം, സമസ്ഥാന സുന്നികളുടെ പ്രസിദ്ധീകരണമാണ്. ആ നുസ്റത്തുൽ അനാമിൽ എന്തിനാണ് ഇവർ ഖബർ സന്ദർശിക്കാൻ പോകുന്നത്? പച്ച മലയാളത്തിലാണ്, കേട്ടോളൂ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ നേരിട്ട് എന്ന് പറഞ്ഞാൽ യാ മമ്പുറം തങ്ങളെ, യാ സി.എം. മടവൂരെ, അങ്ങനെ തന്നെ വിളിക്കാറുണ്ട്. ഇത് പച്ച മലയാളത്തിലാണ്. ഇനി തീർന്നില്ല, എന്നിട്ട് പറയാണ് അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? ഈ പച്ച ശിർക്ക് തുറന്നു പറയുന്നതിൽ മുസ്ലിയാക്കന്മാർക്ക് പേടിയില്ലത്രേ. അതാ സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നത്. ഇനിയോ മമ്പുറം ജാറത്തിലേക്ക് എന്തിനാ പോകുന്നത്? ഇത് മമ്പുറം മഹാത്മ്യം എന്ന ഒരു ലേഖനമാണ്. മാതൃഭൂമി പത്രത്തിൽ 2012 വന്ന ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ കാണാം, ആപത്തുകൾക്ക് തടയിടാൻ മലപ്പുറത്തുകാർക്ക് ഈ വേളയിലും ഈ വിളിയിലും നല്ലൊരു കവചമില്ല. ഏതാണ് ആ വിളി? യാ ഗൗസ് മമ്പുറം, മമ്പുറം തങ്ങളെ, യാ ഖുതുബസ്സമാൻ മമ്പുറം. കണ്ടോ, മമ്പുറമി, ഖുതുബസ്സമാൻ മമ്പുറമി എന്ന വിളിയേക്കാൾ നല്ല ഒരു കവചമില്ല. പിന്നെയോ ആപത്തുകളും ആശങ്കകളും മുന്നിലെത്തുമ്പോൾ മലപ്പുറത്തുകാരുടെ കൽബിൽ നിന്നാണ് മമ്പുറം തങ്ങളുടെ നേർക്ക് വിളിയുയരുന്നത്. ഇത് ഗൗരവത്തിൽ കേൾക്കണം. കൽബിൽ നിന്ന് എവിടേക്കാ വിളി ഉയരേണ്ടത്? ആ കൽബറിയുന്നവൻ റബ്ബല്ലേ, ആ കൽബിന്റെ ചലനം അറിയുന്നവൻ റബ്ബല്ലേ.
നമ്മുടെ മനസ്സിന്റെ അനക്കമറിയുന്നവൻ, കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്നവൻ, അതൊക്കെ ആരാ? അള്ളയാണ്. ആ കൽബിന്റെ അകത്തുള്ള വിളി എവിടേക്ക് പോകണം? മമ്പുറം ജാറത്തിലേക്ക് പോകണം. പിന്നെയോ അതുകൊണ്ട് തീർന്നില്ല. പ്രാർത്ഥനകൾ സഫലമാകാനും സത്യം ഉറപ്പിക്കാനും അവർക്ക് മമ്പുറം തങ്ങൾ വേണം. ജാതി ഭേദമന്യേ മമ്പുറം ഹൃദയം കൊണ്ട് വിളിക്കുമ്പോൾ, മമ്പുറം മലപ്പുറം ഹൃദയം കൊണ്ട് വിളിക്കുമ്പോൾ മമ്പുറം തങ്ങളത് കേൾക്കാതിരുന്നിട്ടുമില്ല. മരിച്ച മമ്പുറം തങ്ങള് അത് കേട്ടു. ഇതിനാണ് ഉസാമ റളിയല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞത്. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് നിസ്കരിച്ചു എന്നുള്ള ദുർബലമായ ഒരു സംഭവം കൊണ്ടുവന്നത് മമ്പുറം ജാറത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ. അത് ശരിയല്ല. ഇനിയോ മമ്പുറം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് മമ്പുറം തങ്ങൾ ജീവിതം ആത്മീയ പോരാട്ടം. ആ പുസ്തകത്തിൽ കാണാം, തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന ഒരു അമുസ്ലിമിന് കലശലായ രോഗം ബാധിച്ചു. വൈദ്യ ചികിത്സയൊന്നും ഫലിച്ചതേയില്ല. അയാൾ തങ്ങളെ തുടരെ വിളിച്ചു പ്രാർത്ഥിച്ചു. തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഉടനെ തങ്ങൾ അല്പം വാഴപ്പഴം അയച്ചു. അവ ഭക്ഷിച്ചതും രോഗം ഭേദമായി. പിന്നീട് അയാൾ തങ്ങളെ കണ്ടു. താൻ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അയാൾ പറഞ്ഞു. അത് ശരിവെച്ച തങ്ങൾ ചിരിച്ചു പറഞ്ഞു, അതെ, എന്നെ മര്യാദക്കൊന്ന് ഉറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല നീ. മമ്പുറം തങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മമ്പുറം തങ്ങളോട് ഇവർ പ്രാർത്ഥിക്കുന്നു എന്ന് ആക്കി പറയേണ്ട ആവശ്യമില്ല. അത് സമസ്ത മുസ്ലിയാക്കന്മാർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സ്വഹാബത്തിന് ആർക്കും ആ നിലക്കുള്ള ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല. സ്വഹാബത്തിന് അത് പരിചയവുമില്ല. എന്നാൽ സ്വഹാബത്തിന്റെ രീതി എന്താണ്? ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അംറും ബിൽ ഇത്തിബാ വന്നഹിയുൻ അനിൽ ഇബ്തിദാ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു പ്രത്യേക അധ്യായം തന്നെ കാണാം. അസ്സലാത്തു ഫിൽ മസാജിദിൽ മബ്നിയ അലൽ ഖുബൂരി, ഖബറുകൾക്ക് മേൽ ഉണ്ടാക്കപ്പെട്ട നിസ്കാര സൗകര്യങ്ങൾ അത് മുഹാദത്തുൽ ലില്ലാഹി വൽ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതരെയും ധിക്കരിക്കാനുള്ളതാണ്, ധിക്കരിച്ചുകൊണ്ടാണ്. എന്നിട്ട് പറയുന്നു, ഫഅമ്മാ ഇൻ ഖസദൽ ഇൻസാനു അസ്സലാത ഇൻദഹാ, ഖബറിന്റെ അടുക്കൽ വെച്ച് നിസ്കരിക്കുക എന്ന ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുക, ആവശ്യങ്ങൾ പറയുക എന്ന ലക്ഷ്യമാണ്. മുതബർരികം ബിഹി, തബറുക്ക് എടുത്തുകൊണ്ട്, റാജിയൽ ലിൽ ഇജാബത്തി ഇൻദഹാ, ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ. എന്നിട്ട് പറയുന്നു, ഫഹാദാ ഐനുൽ മുഹാദാ ലില്ലാഹി വലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു സംശയവും വേണ്ട, ഷിയാക്കൾ ഉണ്ടാക്കിയ, സൂഫികൾ ഉണ്ടാക്കിയ, ബറേൽവികൾ കൊണ്ടാടിയ, സമസ്ത പൂമാലയിട്ട് സ്വീകരിച്ച ഈ ഏർപ്പാടുണ്ടല്ലോ, അതെന്താണ്? തീർത്തും മതവിരുദ്ധമാണ്. വമിനൽ മുഖാലഫ ലിദീനിഹി വശറഇഹി, അള്ളാന്റെ ദീനിന് എതിരാണ്, ശറഇന് എതിരാണ്, പുതിയതായി ഉണ്ടാക്കപ്പെട്ടതാണ്. ലം യഅ്ദൻ ബിഹില്ലാ വലാ റസൂൽ വലാ അയിമ്മത്തുൽ മുസ്ലിമീന അൽ മുത്തബിഈന, അല്ലാഹ് നിയമാക്കിയിട്ടില്ല, അള്ളാന്റെ ദൂതർ നിയമാക്കിയിട്ടില്ല, മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ നിയമമാക്കിയിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല. ഇനിയോ ഫൈൻ ഖസദൽ ഖുബൂറ ലിദ്ദുആഇ ഇൻദഹാ, ഇനി അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ചു, മൻഹിയുൻ അൻഹു, അത് ഫൈന്ന ഖസ്ദുൽ ഖുബൂരി, ആ ഖബറുകളെ ലക്ഷ്യം വെക്കൽ ഉത്തരം കിട്ടുമെന്ന നിലക്കാണെങ്കിൽ മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ടതാണ്. വഹുവ ഇല തഹരീമി അഖ്റബ്, ഹറാമിലേക്ക് ഏറ്റവും അടുത്തതാണ്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തില്ല. അവർക്ക് എത്ര തവണയാണ് വരൾച്ച ഉണ്ടായത്, പ്രയാസങ്ങൾ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഫഹല്ലാ ജാഊ, അവർക്ക് വരാമായിരുന്നില്ലേ? അവിടെ നിന്റെ ഖബറിങ്കിൽ വന്ന് ചോദിക്കാമായിരുന്നില്ലേ? സഹായം തേടാമായിരുന്നില്ലേ? കാരണം വഹുവ അക്റമുൽ ഖൽഖി അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ഏർപ്പാടല്ല എന്ന് വിവരമുള്ള അയിമ്മത്തൊക്കെ പറഞ്ഞതാണ്.
എന്നിട്ട് അതിന് വിരുദ്ധമായി ഇവർ ഖബറിങ്കൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഇതൊരു മമ്പുറം ജാറത്തിൽ മാത്രമല്ല, പച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്ത് പോയിട്ട് മുസ്ലിയാർ ഇമാമായി നിന്നുകൊണ്ട് പാമര ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പച്ചയായ ശിർക്ക്, അതുകൂടി ഒന്ന് കാണിയും. തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഈ പാപികളെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്. എല്ലാ പാപങ്ങളും ചെയ്തവർ അങ്ങയുടെ ജീവിതകാലത്ത് വലു അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്. കേട്ടല്ലോ, തങ്ങളെ ഏറ്റെടുക്കണേ, തങ്ങളെ പരിഹരിക്കണേ. ഇവരെന്താ പറയല്? നമ്മൾ ഇവരെ പേരിൽ ആരോപിച്ചു അല്ലേ, അല്ലെങ്കിൽ തങ്ങൾ മുഖേന അള്ളാനെ വിളിക്കുന്നു. അള്ളാഹ് എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നുണ്ടോ? പറയും, തങ്ങളെ അങ്ങ് മുഖേന അള്ള പരിഹരിക്കട്ടെ, തങ്ങളെ അങ്ങ് മുഖേന അള്ള പൊറുക്കട്ടെ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവർക്ക് ലക്ഷ്യം അള്ളാഹുവിന്റെ ഭവനമല്ല, ഇവർക്ക് ലക്ഷ്യം ലോകത്ത് ഷിയാക്കൾ ഉരുട്ടി കൂട്ടിക്കൊണ്ടുവന്ന ആ പിഴച്ച വിശ്വാസം, അഥവാ ജാറ വിശ്വാസം, മഖ്ബറ വിശ്വാസം. ഇതേതാണെന്നറിയോ? സുന്നി അഫ്കാർ. MT ദാരിമിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഔദ്യോഗിക പത്രമാണ്. പഴക്കല്ല, പുതിയതാണ്. പുതിയതെന്ന് പറഞ്ഞാൽ 2025 ഒക്ടോബർ ആദ്യ ലക്കം സുന്നി അഫ്കാറാണ്. ഈ സുന്നി അഫ്കാറിന്റെ ചട്ടയിൽ കൊടുത്ത ചില വരികളുണ്ട്. അതേ കാര്യം ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, കേൾക്കണം. മദീന അഭയമാണ്, ആശ്വാസമാണ്, അറ്റമില്ലാത്ത ആശ്രയമാണ്, എത്താൻ കൊതിക്കുന്നതും എത്തിയാൽ പിരിയാൻ പ്രയാസപ്പെടുന്നതുമായ ലോകത്തെ ഒരേ ഒരു സ്ഥലം, സ്വർഗീയ പരിമളം പരന്നൊഴുകുന്ന പ്രഭവ കേന്ദ്രം, അതാണ് മദീന. ഇസ്ലാമിൽ ആദ്യ സ്ഥാനം മക്കക്കാണ്. അതുപോലെ തന്നെ കഅബാലയത്തിന് സ്ഥാനമുണ്ട്, മദീനക്ക് പവിത്രതയുണ്ട്. പക്ഷേ ഇവർ ലക്ഷ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കലേക്ക്, അവിടുന്ന് മറവ് ചെയ്യപ്പെട്ട ആയിഷ ഉമ്മയുടെ ആ ഹുജറയിലേക്ക് ജനങ്ങളെ മനസ്സിനെ കൊണ്ടുപോകലാണ്. അവിടെ സൂഫികൾ, ഷിയാക്കൾ അവരുടെ സ്വാധീന ഫലമായി ഉണ്ടാക്കപ്പെട്ട പച്ചക്കുബ്ബയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകലാണ്. ആ പച്ചക്കുബ്ബക്ക്, ആ പച്ച നിറത്തിന് ദീനുമായി യാതൊരു ബന്ധമില്ല. പക്ഷേ സാധാരണക്കാർ വഞ്ചിക്കപ്പെടുന്നു. അവരതാ ഇത്തരം ചതിക്കുഴികളിൽ അകപ്പെടുകയാണ്. അവിടെ പോയിട്ട് പോലും അല്ലാ എന്ന് വിളിക്കാനുള്ള മനസ്സില്ല. വന്നൽ മസാജിദില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. എവിടെയാണ് ഇവർ നിൽക്കുന്നത്? പവിത്രമാക്കപ്പെട്ട ഹറമിലാണ്, മദീനത്താണ്. ആ മദീനത്തിൽ നിന്നുകൊണ്ട് അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം അല്ലാനെ മാത്രം വിളിക്കേണ്ട സ്ഥലം, അവിടെ വെച്ച് യാ റസൂലല്ലാ, യാ നബിയല്ലാ, ഞങ്ങളെ കാണണേ, ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ പരിഹരിക്കണേ. ഇതാരോപിക്കലാണോ? പറയണം ദാരിമി. ഇതാണോ ഉസാമ റളിയല്ലാഹു അൻഹു ചെയ്ത പണി? നിങ്ങൾ തെളിയിക്കണം. നുണ പറഞ്ഞു പോകുക, കളവ് പറഞ്ഞു പോകുക. ഇനി തീർന്നില്ല. മഹാനായ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ, ആ ജീലാനി റഹിമഹുല്ലയെ എങ്ങനെ വിളിക്കണം അതും ഒരു മുസ്ലിയാർ പറയുന്നു, കേട്ടോളി. നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ഷെയ്ഖ് മോനെ, കളിക്കേണ്ട കളിയല്ല കേട്ടോ. വിളിച്ചാ വിളിപ്പുറത്താ. വിളിക്കണ്ടോ? വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാ മതി. ഒറ്റ വിളിയാണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടും ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. വിളിച്ചാ വിളിപ്പുറത്താ. വിളിക്കണ്ടോ? വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാ മതി. ഒറ്റ വിളിയാണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടും ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. കേട്ടല്ലോ, വിളിച്ചാ വിളിപ്പുറത്താണ് ഉത്തരം. എന്താ വിളിക്കണ്ടേ? യാ ഗൗസ് മുഹിയുദ്ദീൻ അഗ്സിനാ. വിളിക്കണ്ട പോലെ വിളിക്കണം, വിളിക്കണ്ടോ വിളിക്കണം എന്നാണ്. എന്നാ ഖുർആൻ പറഞ്ഞതോ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്
ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ അതിന് റബ്ബ് വെച്ച വഴികളുണ്ട്. ആ വഴികൾ നമുക്കറിയില്ല. ഒരുപക്ഷെ നാം വിചാരിച്ചതാവുകയില്ല, നാം വിചാരിക്കാത്തതായിരിക്കും. ചിലപ്പോൾ ഉത്തരം കിട്ടുകയില്ല. അതും ഇസ്ലാം പഠിപ്പിച്ചതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇബ്രാഹിം നബിയെ വിളിച്ചോ ഇസ്മായിൽ നബിയെ വിളിച്ചോ, ഞാൻ വഫാത്തായാൽ എന്നെ വിളിച്ചോ എന്നല്ല. ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചോ. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം തേടിയാൽ അല്ലാഹുവിനോട് തേടിക്കോ. ഇത് മുഹയ്യിദ്ദീൻ മാല പ്രകാരാണ് മുള്ളൂർക്കര സഖാഫി പറയുന്നത്. ബല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായികൂടാറുത്തീരം നൽകും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും വായ കൂടാതെ ഒറ്റ വിളി വിളിച്ചാൽ മതി. അപ്പൊ മുഹയ്യിദ്ദീൻ മാല പ്രകാരം ഒറ്റ വിളി അത് കുതുബിയത്തിലുള്ള ഖണ്ഡനമാണ്, മറുപടിയാണ്. കാരണം കുതുബിയത്തുകാരൻ കായൽ പട്ടണത്തെ കുതുബിയത്ത് എഴുതിയ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി, അയാളെ വിശ്വാസപ്രകാരം ഒറ്റവട്ടമല്ല. വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൻ ലിഅഫ്വതിഹി, വളരെ മനക്കരുത്തോടെ നല്ല ഉറച്ച മനസ്സോടെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് 1000 തവണ വിളിക്കണം. 1000 തവണ വിളിച്ചാൽ അജബതുഹു മുസ്രിഅ ലിൽ അജ്നി ദഅവതിഹി ഫല്യദു യാ അബ്ദുൽ ഖാദിരി മുഹയ്യിദ്ദീനി, അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീനി എന്ന് 1000 തവണ വിളിക്കണം. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പ്രയാസപ്പെടുത്തലുണ്ടോ? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കലുണ്ടോ? അല്ലാഹുമ്മ എന്ന നിലക്ക് 1000 തവണ വിളിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ടോ? റബ്ബന എന്ന നിലക്ക് ഒരു പ്രാർത്ഥനയുണ്ടോ? റബ്ബി എന്ന നിലക്ക് ഒരു പ്രാർത്ഥനയുണ്ടോ? അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു നാമങ്ങൾ വെച്ച്, ഏതെങ്കിലും ഒരു വിശേഷണങ്ങൾ വെച്ച് 1000 തവണ വിളിച്ച് ബുദ്ധിമുട്ടിച്ച ഒരു മതമാണോ ഇസ്ലാം? അല്ല. ആത്മാർത്ഥമായി ഒറ്റവട്ടം വിളിച്ചാൽ മതി. റബ്ബന, റബ്ബി, അല്ലാഹുമ്മ, യാ ഗഫാർ, യാ ഗാഫിർ, യാ തവ്വാബ്, യാ വദൂദ്, എങ്ങനെ വിളിക്കാം ഒറ്റവട്ടം. എന്നാലോ ചില പ്രാർത്ഥനകൾ ഇത്ര എണ്ണമുണ്ടാകും, ഇത്ര ഇന്ന സമയത്തുണ്ടാകും. അത് ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഈ ഖുതുബിയത്തിന്റെയും മുഹയ്യിദ്ദീൻ മാലയുടെയും ഒക്കെ പിന്നാലെ പോയാൽ അതെല്ലാം അർത്ഥശൂന്യമാണ്, വഷളത്തരമാണ്, മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളാണ്. ഇസ്ലാമായി എടുക്കാവുന്ന ഒന്നും അതിലില്ല. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ എന്ന് ഹദീസിൽ കണ്ടപ്പോ മുഹയ്യിദ്ദീൻ ശൈഖിനും 99 നാമങ്ങളാണ്. അള്ളാഹ്ക്ക് തുല്യമാക്കി വെക്കുകയാണ്, അള്ളാഹുവിന്റെ കഴിവുകൾക്ക് സമാനമാക്കി വെക്കുകയാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹ്ക്ക് നിങ്ങൾ തുല്യരെ ഉണ്ടാക്കരുത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യരായി ആരുമില്ല. ലൈസ കമിഥിലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ ഒന്നുമില്ല. ഇനി അള്ളാഹിനെ പോലെ ഒന്നിനെ പടച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയില്ല. മനസ്സിലായുണ്ടോ? ആ നിലക്കും ഇല്ല. അപ്പോ ജാറത്തിൽ നടക്കുന്ന, മരണപ്പെട്ടവരുടെ വിഷയത്തിൽ നടക്കുന്ന ഏർപ്പാട് പച്ചയായ ശിർക്കാണ്. അതിനെ വെള്ളപൂശാൻ ഉത്തമ തലമുറയുടെ പേരിൽ കള്ളക്കഥകൾ, ദുർബല കഥകൾ വെച്ചുകെട്ടി കാര്യലാഭമുണ്ടാക്കൽ മതവിരുദ്ധ പ്രവർത്തനമാണ്. അഹ്ലുസുന്നക്ക് നിരക്കാത്ത ഏർപ്പാടാണ്. അഹ്ലുസുന്നയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാം എന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് ചുരുട്ടി മടക്കി അവിടെ വെക്കുക. അത് ഫലിക്കൂല. ഇനി തീർന്നില്ല. ഈ ദാരിമിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രഭാഷകനുണ്ട്. അയാള് തൃശൂർ ജില്ലയിലെ വാവർ തങ്ങൾ ജാറത്തിനെ പറ്റി പറയുന്നു, കേട്ടോളി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദുആയേക്കാൾ ചിലപ്പോൾ ആ പാവങ്ങളുടെ ദുആ വല്യപ്പക്ക് ഇഷ്ടപ്പെടും. അവരെ സിയാറത്ത് വല്യപ്പക്ക് ഇഷ്ടപ്പെടും. നമ്മൾ അവിടെ പോയി ലക്ഷക്കണക്കിന് ഖുർആനായത്ത് ഓതിയിട്ട് നമ്മളിരുന്ന് കരഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കൂല. ചെമ്പ് ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായെ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന വല്യാപ്പ എന്ന അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടല്ലോ, ഒരു ബാക്കവിയാണ്. 2-3 പ്രയോഗങ്ങൾ സഗൗരവാണ്.
സഗൗരവം. അപ്പൊ എന്തേ മനസ്സിലായത്? ഈ തട്ടിക്കൂട്ട് ആശയമാണ് ഓല ദീന് എന്ന് മനസ്സിലായി. സഗൗരവാണല്ലോ. രണ്ടാമത്തതോ, വിളി കേൾക്കും, വിളിച്ചാൽ വിളി കേൾക്കും. ആര്? മരണപ്പെട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ വിയർപ്പൊഴുക്കി വിളിച്ചാൽ കേൾക്കും. മൂന്നാമത്തതോ, അർത്ഥശങ്കക്കിടയില്ല, ഒരു സംശയവും വേണ്ട. ഏതാ ഇത് മതം സഹോദരങ്ങളെ? ഏത് പ്രവാചകന്റെ ജീവിതത്തിലാണ് മാതൃക? പ്രയാസഘട്ടങ്ങൾ അനുഭവിച്ച പ്രവാചകന്മാർ, അവരെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ഇന്ന റബ്ബി ലസമീഉ ദുആ, എന്റെ റബ്ബാണ് ഉത്തരം നൽകുന്നവൻ, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ഇന്നക സമീഉ ദുആ, അല്ലാഹുവേ നീയാണ് ദുആ കേൾക്കുന്നവൻ, അതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസികൾക്ക് സംശയമില്ല. മരിച്ചവരെ പിന്നാലെ പോകാനല്ല, ഉത്തമ തലമുറയിൽ ജീവിച്ച സമ്പൂർണ്ണ മാതൃകാ ജീവിതം, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അവരെ പിൻപറ്റി വന്നവർ ഖൈറുന്നാസി ഖർനി. ആ തലമുറ അവരിത് പഠിപ്പിച്ചിട്ടില്ല. അവര് പഠിപ്പിക്കാത്ത ഒന്ന് ഇനി ആര് എത്ര തൊണ്ടയിടറി പറഞ്ഞാലും, തൊണ്ട പൊട്ടി അവതരിപ്പിച്ചാലും സഹോദരങ്ങളെ അതിനെ ദീനായി എടുക്കാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ പറയുമ്പോ എന്താ അറിയോ? ഇതൊക്കെ പറയുമ്പോ ഇതെല്ലാം പ്രാർത്ഥനയാണല്ലോ. കാരണം ഇവരെ പ്രയോഗത്തിൽ പ്രാർത്ഥന എന്ന് പച്ചയായി കാണുന്നു. സമസ്ത ഇതുവരെ തിരുത്താത്ത, വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന സമസ്തയുടെ 8-ാം പ്രമേയമുണ്ടല്ലോ. ആ 8-ാം പ്രമേയം അംഗീകരിക്കാത്തവൻ ഖാദിയല്ല, അവൻ സുന്നിയല്ല, അവന് ഖതീബ് സ്ഥാനത്തേക്ക് പറ്റൂല എന്ന നിലക്ക് അവർ കൊണ്ടു നടക്കുന്ന പ്രമേയമുണ്ടല്ലോ. ആ പ്രമേയത്തിൽ പോലും എന്താ അറിയോ? മരിച്ചവരെ വിളിച്ച് നേരിട്ട് വിളിക്കണം എന്നാണ്. മരിച്ചവരെ നേരിട്ട് വിളിക്കണം, എടിയില് എന്തെങ്കിലും വെച്ചുകൊണ്ടല്ല, നേരിട്ട് വിളിക്കണം എന്നാണ്. അപ്പൊ സമസ്തന്റെ ആശയം പ്രമേയത്തിലൂടെ ഒരു പാസാക്കി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിക്കുന്ന സമസ്ത മുഷാവറയിലെ കാരണവരാണ്. അയാളെ ഫതാവുണ്ട്. ആ ഫതാവയിൽ മുഹീദ്ദീൻ ശൈഖേ, ബദിരീങ്ങളെ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഈ പ്രാർത്ഥിക്കൽ എന്ന് തമാശക്ക് പ്രയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാശയമില്ലാതെ അർത്ഥമില്ലാതെ പ്രയോഗിക്കാൻ പറ്റിയ പദമാണോ? അല്ലല്ലോ. എന്തുകൊണ്ട്? അതൊരു സാങ്കേതിക പ്രയോഗമാണ്. ഇസ്ലാമിൽ ഒരു സ്ഥാനമുള്ള ആദരവുള്ള പ്രയോഗമാണ്. ഇസ്ലാമിന്റെ ആരാധനയുടെ മർമ്മമായി പഠിപ്പിച്ച ഒരു വാക്കാണ് ദുആ. അതുകൊണ്ട് തമാശക്ക് ഉപയോഗിക്കാൻ പറ്റൂല, പരിഹാസ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റൂല. അത്ര വിലപിടിപ്പുള്ള മുന്തിയ ഒരു പ്രയോഗമാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് വെച്ചുകൊണ്ടാണ് ചോദ്യം. അപ്പൊ എന്താ മുസ്ലിയാരെ ഉത്തരം? അനുവദനീയമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു വിധിയാണ് പറഞ്ഞത്, അനുവദനീയമാണ്. അനുവദനീയമാകണമെങ്കിൽ ആയത്ത് വേണം, ഹദീസ് വേണം. അപ്പോ ദുർവ്യാഖ്യാനിച്ചു. ഇത് നമ്മളിങ്ങനെ സമൂഹത്തോട് പറഞ്ഞപ്പോ മുസ്ലിയാക്കന്മാർക്ക് പൊള്ളുന്നുറപ്പാണ്. കാരണം അത്രയും പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള തീക്കൊള്ളിയാണത്. അപ്പൊ ആ തീക്കൊള്ളി കൊണ്ട് നമ്മളിങ്ങനെ കുത്തിയപ്പോ പൊള്ളലേറ്റു. അപ്പൊ എന്ത് പറഞ്ഞു? ഞങ്ങള് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഖാലിഖല്ല, സൃഷ്ടാവല്ല. ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഇലാഹല്ല. ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഞങ്ങളെ റാസിഖല്ല എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ തേടുന്നത്. അപ്പൊ പ്രാർത്ഥനയാകൂല. പറയട്ടെ ദാരിമി കേട്ടോളി. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാ അള്ളാഹു സൃഷ്ടാവാണ് എന്ന നിലയിലാണ്, അള്ളാഹു റബ്ബാണ് എന്ന വിധത്തിലാണ്, അള്ളാഹു ഇലാഹാണ് എന്ന വിധത്തിലാണ്. കേട്ടല്ലോ, നമ്മൾ പറഞ്ഞു അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ CM മടവൂരിനോടും മമ്പുറം തങ്ങളോടും വരക്കൽ തങ്ങളോടും ഉള്ളാൾ തങ്ങളോടും ഒക്കെ നിങ്ങൾ ചോദിക്കുന്നത്. കാരണം മക്കളെ കിട്ടാൻ നിങ്ങൾ ചോദിക്കുന്നു, പാപങ്ങൾ പുറത്തു കിട്ടാൻ ചോദിക്കുന്നു, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ ചോദിക്കുന്നു. ഏത് കാര്യത്തിനുമുള്ള പരിഹാരം നിങ്ങൾക്ക് ജാറങ്ങളാണ്, മക്ബറകളാണ്. എന്താ നിങ്ങൾക്ക് പള്ളികൾ പരിഹാരമാകാത്തത്? എന്താ അല്ലാഹ് എന്ന വിളി പരിഹാരമാകാത്തത്? എന്താ ഇസ്ലാം പഠിപ്പിച്ച കൊട്ടക്കണക്കിന് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പരിഹാരമാകാത്തത്? ആ ചോദ്യം നെഞ്ചത്ത് തറച്ചപ്പോ അടുത്ത തട്ടിക്കൂട്ട് മറുപടി എന്താ അറിയോ? ഉള്ളാൾ തങ്ങൾ ഖാലിഖാണേ,
CM മടവൂർ റബ്ബാണ്, മമ്പുറം തങ്ങൾ ഇലാഹാണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ദാരിമി, നിങ്ങൾക്ക് കിതാബുകൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്താ ചോദ്യം എന്നറിയോ? മക്കത്തെ മുശ്രിക്ക് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബിലിനെയും ഈ 4 വിഗ്രഹങ്ങൾ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ ഖാലിഖാണ് എന്ന നിലക്ക് അവർ ചോദിച്ച ഒരു ചോദ്യം കാണിക്കുമോ? കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമോ? ലാത്ത റബ്ബാണെന്നവർ വാദിച്ചോ? ലാത്ത ഖാലിഖാണെന്ന് വാദിച്ചോ? ഇല്ല. കാരണം യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു അവർ. ഖുർആൻ എത്ര ആയത്തിലൂടെയാണ് പഠിപ്പിച്ചത്? ലോകത്തിന്റെ നിയന്ത്രകൻ ആരാണ്? അള്ളാഹുവാണ്. അന്നം നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. സ്രഷ്ടാവ് ആരാണ്? അള്ളാഹുവാണ്. മഴയിറക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. കൈകാര്യകർത്താവ് ആരാണ്? അള്ളാഹുവാണ്. ഇതിന്റെ അധികാരി ആരാണ്? അള്ളാഹുവാണ്. എല്ലാറ്റിനും ഉത്തരം അല്ലാ അല്ലാ അല്ലാ. അപ്പൊ ഇവര് അടുത്ത നാടകം, അടുത്ത അഭിനയം എന്താണ്? അത് യഥാർത്ഥ അല്ലല്ല, അത് സങ്കല്പത്തിലെ അല്ലയാണ്. യഥാർത്ഥ അല്ലയല്ലെങ്കിൽ, അത് കേവലം സാങ്കല്പികത്തിലുള്ള അല്ലയാണെങ്കിൽ എന്തിനാണ് അള്ളാന്റെ കലാമിലൂടെ അത് പഠിപ്പിച്ചത്? അതൊരു പൊട്ടീസ് പരിപാടിയാണെങ്കിൽ, ഒരു കബളിപ്പിക്കലാണെങ്കിൽ, യാഥാർത്ഥ്യമില്ലാത്ത കാര്യമാണെങ്കിൽ, ഖുർആൻ അള്ളാന്റെ കലാമല്ലേ? അള്ളാന്റെ കലാമിലൂടെ എന്തിനാ അള്ളാഹ് അത് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് അവരെ തിരുത്തിയത്? എന്തിനാണ് അവരെ പിന്നാലെ കൂടി പഠിപ്പിച്ചത്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതുമാ കഅബൈഹി, 2 കാൽപാദങ്ങളും ചോര ഒലിക്കുമാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ പ്രയാസപ്പെട്ടത്? എന്തിനാ അങ്ങാടിയിലൂടെ നടന്നത്? വീട് വിടാതരം കയറി ഇറങ്ങിയത് എന്തിനാണ്? അതൊരു സാങ്കല്പിക അല്ലയാണെങ്കിൽ അപ്പൊ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. അത് സാങ്കല്പിക അല്ലയല്ല, യഥാർത്ഥ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാലോ അവർ ചെയ്ത പണിയെ, അവരുടെ ആരാധ്യന്മാരെ ആലിഹത്ത് എന്ന നിലക്ക്, ആലിഹത്ത് പറഞ്ഞ ആരാധ്യന്മാർ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ആലിഹത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനം ആരാധ്യന്മാർ. ഇസ്ലാമിൽ ആരാധ്യന്മാർ എന്ന ഒരു സങ്കല്പമല്ല, ഏക ആരാധ്യൻ മാത്രം, അത് അല്ലാഹ് മാത്രം. അപ്പൊ എന്തുകൊണ്ട് ആരാധ്യന്മാരായി? ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഹുബിലിന്റെയും മുമ്പിൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതൊക്കെ അവർ കൊടുത്തു. അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തു. അല്ലാ എന്ന് നേരിട്ട് വിളിക്കേണ്ടതിന് പകരം ലാത്ത മുഖേന, മനാത്ത മുഖേന, ഉസ്സ മുഖേന, ഹുബില് മുഖേന. ആ പണി ശിർക്കാണ്, അത് ബഹുദൈവാരാധനയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിടത്തൊക്കെ ആലിഹത്ത് ആലിഹത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അപ്പോ ഈ തട്ടിക്കൂട്ട് പ്രാർത്ഥനാ നിർവചനം ദാരിമി നിങ്ങൾക്ക് തെളിയിക്കാൻ ആകൂല. ആകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്ന് തെളിയിക്കണം, നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ഇനി അയാൾ കാട്ടിയ ചില തട്ടിപ്പ് കൂടി അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എന്താണ്? ഒന്ന്, അഭയതേട്ടം. നമുക്കറിയാലോ, ആരാധനയുടെ ഭാഗമാണ് അഭയതേട്ടം. അഭയതേട്ടം, കാവൽ തേട്ടം ഇത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ആരാധനയാകുന്ന കാവൽ തേട്ടം അതൊരു ജാറത്തിലേക്കും പാടില്ല, ജീവിച്ചിരിക്കുന്നവരോട് പാടില്ല, മരിച്ചവരോട് പാടില്ല, മനുഷ്യരോട് പാടില്ല, ജിന്നുകളോട് പാടില്ല, മലക്കുകളോട് പാടില്ല, സസ്യങ്ങളോട്, ജന്തുക്കളോട്, പ്രാണികളോട്, ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളോട് ആരോടും പാടില്ല. അൽ ഇസ്തിആദ റബ്ബിനോട് മാത്രം. അതാണ് ഖുർആൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ആ കാവൽ തേട്ടം അത് റബ്ബിനോട് മാത്രമാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരാളോട്, അകലെയുള്ള ഒരാളോട്, മരിച്ച ഒരാളോട് പാടില്ല, ആരോടും പാടില്ല. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ റബ്ബിനോട് കാവൽ തേടണം. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, ഗണ്യതമായി പഠിപ്പിച്ചതാണ്. എന്നാലോ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരാളുണ്ട്, ഒരാൾ നമ്മളെ ആക്രമിക്കുന്നു. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ആളോട് പറയുക, എടാ എന്നെ ഒന്ന് പിടിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്, നീ ഇത് കാണുന്നില്ലേ, ഇയാൾ എന്നെ അടിക്കുകയാണ്. ഇങ്ങനെ പറയൽ ശിർക്കാണോ?
ഇങ്ങനെ പറയൽ മതവിരുദ്ധമാണോ? ഒരിക്കലും അല്ല. ഇവിടെ ദാരിമി കാട്ടിയ തട്ടിപ്പെന്താ? ഇങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ എടുത്തിട്ട് മുമ്പിലുള്ള ഒരാളോട് എന്നെ ഇതാ അടിക്കുന്നു, ആ അടിയിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തൂ എന്ന് മുമ്പിലുള്ള ജീവനുള്ള കാണുന്ന ഒരാളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ, ആ അടിമയെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിക്കുകയാണ്. അപ്പോ ആ അടിങ്ങനെ കൊണ്ട് സഹിച്ച് നിൽക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ അഊദു ബി റസൂലില്ലാ, ഞാനിതാ റസൂലിനോട് കാവൽ തേടുന്നു. അത് കിട്ടിയേക്ക് എംടി ചാടി പിടിച്ചു. എന്തിന്? ആ ജാറത്തിലേക്ക് അഭയതേട്ടം നടത്താൻ തെളിവുണ്ട്. കേട്ടോളി. ഇവിടെ അഊദു അല്ലാഹുവിനോട് അഊദു അല്ലേ? എന്താ ഖുർആൻ പറഞ്ഞത്? എന്താണ്? ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താണ് ഖുർആൻ പറഞ്ഞത്? റജീമായ ശൈത്താനെ തൊട്ട് അല്ലാഹുവിനെ കൊണ്ട് ഇസ്തിആദത്ത് ചെയ്യണം എന്നല്ലേ ഈ സ്വഹാബി പറയാണ് അഊദു ബി റസൂലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട്, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങളോടൊന്ന് ചെറുതായി ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ, ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല. ഇവിടെ ഇപ്പൊ ഈ സ്വഹാബി മുശ്രിക്കായോ? നിങ്ങളെ ഭാഷയിൽ ഇപ്പൊ ആ സ്വഹാബി എവിടെയുള്ളത്? നിങ്ങൾ ഈ അങ്കടി മുകളിലുള്ള പരമ്പരാഗത മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി കെട്ടിയിറക്കിയ വാദങ്ങളുടെ പരിണിതിയും പ്രത്യാഘാതവും എവിടേക്കാണ് ചെന്നുമുട്ടുന്നത്? പരിശുദ്ധരായ സ്വഹാബികളെ മുശ്രിക്കാക്കുന്ന പണിയല്ലേ നിങ്ങളുടെ പ്രസംഗത്തിലുള്ളത്? ഒരിക്കലും അല്ല. ദാരിമി, നിങ്ങൾ അങ്ങനെ വൈകാരികമാകേണ്ട ആവശ്യമില്ല. ഒരു സ്വഹാബിയെയും ഞങ്ങൾക്ക് മുശ്രിക്കാക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ വിനയത്തോടെ ചെറുതായിട്ടല്ല വലുതായി തന്നെ ചോദിച്ചോളി, ഒരു പ്രശ്നമല്ല. നിന്നെ ചെറുതാക്കണു, വലുതായി ചോദിച്ചോളി. ചെറുതായി ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദത്തിൽ ചോദിക്കുക. എന്തിനാ അങ്ങനെ അടങ്ങാറാകണത്? ഞങ്ങൾ ഒരു സ്വഹാബിയെയും കാഫിറാക്കിയിട്ടില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ കിതാബുൽ ഈമാനിലാണ് ഈ സംഭവം കൊണ്ടുവന്നത്. എവിടെയാണ്? ബാബ്, ഏതാ ബാബ്? സുഹബത്തുൽ മമാലീക്ക്, അടിമകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. പക്ഷെ ദാരിമി എന്താ കാട്ടിയത്? ശൈത്വാനോട് കാവൽ തേടുക എന്ന ആയത്തോതിയിട്ട് അടിമയോട് പെരുമാറുന്ന ഹദീസ് അയക്കാൻ ചേർത്ത് വെച്ചു. എന്തിനാണ് ഈ ആന തട്ടിപ്പെന്തിനാണ്? നിങ്ങളുടെ ആശയത്തെ സ്ഥാപിക്കാൻ ഇത്രയും ഭീമമായ കൊള്ള നിങ്ങൾ നടത്തുന്നു. എന്തിനാ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? സഹോദരങ്ങളെ, ഇതാരും കാണാത്തതല്ല. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പഠിച്ചതും പഠിപ്പിക്കുന്നതുമാണ്. ഇത് സാധാരണ നിലക്കുള്ള അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമനെ അദ്ദേഹം അടിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടുവരുന്നുണ്ട്. ഈ അടിമ ആദ്യം അള്ളാഹുവിനോട് ഇങ്ങനെ കാവൽ തേടി അഊദു ബില്ലാഹ്. അപ്പൊ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം അടിക്കുകയാണ്. അപ്പോ അടിമ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. ഇവിടെ ആദ്യം നബിനോട് എന്നല്ല, ആദ്യം അള്ളാഹിനോട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ മുമ്പിലുണ്ട്. അവിടെ ആ സ്വഹാബി, ആ അടിമ പറഞ്ഞു അഊദു ബി റസൂലില്ലാഹ്, രാധാ റസൂലുള്ളാഹിനെ കൊണ്ട് കാവൽ തേടുന്നു. അപ്പോ ഫതറക്കഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ അടി നിർത്തി. എന്തേ കാരണം? നബിനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു. അപ്പൊ നബിന്റെ ആ സ്ഥാനം പരിഗണിച്ച് അടി നിർത്തി. ഇമാം നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ? നിങ്ങൾ പറഞ്ഞ പോലത്തെ ഇത് ശൈത്വാനോടുള്ള കാവൽ, ശൈത്വാനിൽ നിന്നുള്ള കാവൽ തേട്ടം പോലത്തെ ഒരു കാവൽ തേട്ടമാണ് എന്ന് എന്തേ പണ്ഡിതന്മാർ പറയാതിരുന്നത്? അപ്പൊ നിങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടി അവതരിപ്പിക്കുകയാണ്, രണ്ടിനെയും ഒന്നാക്കി നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും മുശ്രിക്കാക്കേണ്ടി വന്നിട്ടില്ല. ഇതേ നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഒരു സംഭവം ഉണ്ടായി. അഊദു ബി റസൂലില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ടായപ്പോ സാധാരണ നിലക്കൊരു കാര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആ സംഭവത്തെയും ഇയാൾ വക്രീകരിക്കുന്നു. കേട്ടോളി. ഐഷാബി പറയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു അഊദു ബി റസൂലില്ലാഹ്. അഊദു ബില്ലാഹ് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്?
അഊദു ബിറസൂലില്ലാ, അള്ളാന്റെ റസൂലിനെ കൊണ്ട് കാവൽ തേടുന്നു. ശിർക്കായോ? അപ്പൊ എന്താണ് ഇവിടെ? ഇത് അള്ളാന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന നിലയിലുള്ള പ്രസ്താവനയിൽ ശിർക്കില്ല. കേട്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്ത കാര്യത്തെയും എന്താക്കുക? ഇബാദത്താകുന്ന കാവൽ തേട്ടമാക്കിയാണ് കൂട്ടിക്കൊഴുക്കുക. ഇത് ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത്ര അന്തരമുള്ള വ്യത്യാസമുള്ള കാര്യമാണിത്. ഈ കാര്യത്തെ ആനയാക്കി അവതരിപ്പിക്കുക ഇത് ജൂത ക്രൈസ്തവരുടെ ഏർപ്പാടാണ്. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കൽ ഒരു മുസ്ലിമിന്റെ പണിയല്ല, ഒരു മുഅ്മിനിന്റെ പണിയല്ല. അത് അഹ്ലു സുന്നയുടെ ഏർപ്പാടല്ല. യാ അഹ്ലൽ കിതാബ്, അഹ്ലു കിതാബുകാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, എന്തിനാണ് നിങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴക്കുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മൂടി വെക്കുന്നു, മറച്ചു വെക്കുന്നു. എന്തിനാണ് ഇത്തരം ഒരു ഏർപ്പാട് MT ദാരിമി നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നത്? നിങ്ങൾ മമ്പാട് സഖാഫിയെ പോലെ അല്ല. നിങ്ങൾ കുറച്ചൊക്കെ കിതാബും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ ആ കൂട്ടത്തിലെ ആളാകുന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ജൂത ക്രൈസ്തവരുടെ ഏർപ്പാട് ചെയ്യരുത്. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ ആരോപണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പരത്തരുത്. അത് പാടില്ല, ഒഴിവാക്കണം. എന്നിട്ട് ചോദിക്കുക, പടച്ചോനാക്കിയോ? എന്തൊക്കെ ചോദിക്കണത് അല്ലേ? പടച്ചോനാക്കിയോ? അപ്പോ പടച്ചോനാക്കിയോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? അതിന് വേറൊരു കാരണമുണ്ട്. അതെന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പരലോകത്ത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഷഫാഅത്ത് നടത്തും അല്ലേ? അള്ളാഹിന്റെ അനുമതി പ്രകാരമാണ്. സാധാരണക്കാർ ശരിക്കും മനസ്സിലാക്കണം, ഷഫാഅത്ത് എന്ന് കേട്ടാൽ യാ നബി അല്ലാഹ് ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണേ എന്ന് ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒന്നല്ല. ആ വിളി അവിടുന്ന് ഒരിക്കലും കേൾക്കുകയില്ല. ആ വിളിക്കുന്നവനെ അവിടുന്ന് കാണുകയില്ല. അത് ഉറപ്പാണ്. മങ്കൂസ് മൗലിദി എന്ന സാധനം ഇത് ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ്. എന്തിനാ എഴുതിയുണ്ടാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ്. അതുപോലെ തന്നെ അവിടുന്നിന്റെ വിഷയത്തിൽ ഇല്ലാത്ത വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. ആ മങ്കൂസിൽ കാണാം, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇല്ലാഅ സയ്യിദി ഖൈറൻ നബി. ഓ ഉത്തമരായ ഞങ്ങളെ സയ്യിദരെ, ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത, ഞങ്ങൾ പ്രയാസപ്പെടുന്ന, അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഷഫാഅത്തിനെ തരണേ. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഷഫാഅത്ത് കിട്ടാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ നബിയെ വിളിച്ചുകൊണ്ട് ഷഫാഅത്ത് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ഉറപ്പാണ്, ഉറപ്പാണ്. ഒറ്റ ആയത്തിലുമില്ല. എന്തുകൊണ്ട്? മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ശുപാർശ പറയാൻ ആരുണ്ട് എന്ന ചോദ്യം ഖുർആനിൻ്റെതാണ്. ആ ചോദ്യത്തെ മറുപടി എന്നുകൊണ്ട്, ആ ചോദ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനുണ്ട് എന്നൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. ഇനിയോ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഹദീസ് 2 പേജോളം വരുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര നേരമാണ് പ്രാർത്ഥിക്കുന്നത്? അതിന്റെ അവസാനത്തിൽ കാണാം, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, ഓ മുഹമ്മദേ തല ഉയർത്തുക, സൽ തുഅത, ചോദിക്കുക നൽകപ്പെടും. കണ്ടോ? സുജൂദിൽ കിടന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിന്റെ അനുമതി കിട്ടണം. ആ അനുമതി കിട്ടിയിട്ടാണ് ഉമ്മത്തിനെ വിചാരണക്കെടുക്കാനുള്ള ഷഫാഅത്തിലേക്ക് അവിടുന്ന് വരിക. ഇത്ര വ്യക്തമാണ് കാര്യം. ഈ കാര്യത്തെ മൂടി വെച്ചുകൊണ്ട് വ്യാജ നിർമ്മിത ഷഫാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കുക, അവരെ കൊണ്ട് മങ്കൂസ് ഓതി ശിർക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ അതിനും MT തെളിവുണ്ടാക്കി. എന്താ തെളിവ് അറിയോ? MT എന്നെ പറയട്ടെ, ഞാൻ പൊളിച്ചര കേട്ടോളി. പക്ഷേ ഇവിടെ എങ്ങനെയാണ് മഹ്ശറയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ
പ്രവാചകന്മാരോട് ഇസ്തിഗാസ ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് ഇൽഹാം ഉണ്ടായത്? അതൊരു ചോദ്യല്ലേ? ആ ചോദ്യത്തിന് സഹീഹുൽ ബുഖാരിയുടെ പ്രഗൽഭനായ വ്യാഖ്യാതാവായ ഹാഫിദുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സുന്നികളോടല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. സുന്നികൾക്ക് ഇതിലൊക്കെ ബോധവാന്മാരാണ്, അവരിതൊക്കെ ബോധേടാണ്, അവർക്ക് ഇതിലൊന്നും ഒരു സംശയവുമില്ല. സംശയാലുക്കൾ മുജാഹിദിന്റെ സഹോദരങ്ങളാണ്. നിങ്ങളോട് പറയട്ടെ, എങ്ങനെയാണ് ഇതിന് മുഅ്മിനീങ്ങളാണ് നബിമാരോട് ഇസ്തിഗാസ ചെയ്യുക? ഇതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിനവർക്ക് ഇൽഹാം ലഭിക്കുന്നതിന്റെ നിമിത്തം എന്ത്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മഹാനായ ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വഫീഹി അന്നന്നാസ യൗമൽ ഖിയാമത്തി യസ്തസ്ഹിബൂന ഹാലഹും ഫിദ് ദുനിയ മിനത് തവസ്സുലി ഇലല്ലാഹ് ഫീ ഹവായിജിഹിം ബിഅംബിയാഇഹിം വൽ ബാഇസു അലാ ദാലിക അൽ ഇൽഹാം. ദുനിയാവിൽ വെച്ചുകൊണ്ട് പ്രതിസന്ധി വേളകളിൽ അമ്പിയാക്കളിലേക്ക് തവസ്സുലാകുന്ന അത് വെച്ചിട്ടാണ് പരലോകത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് മുഅ്മിനീങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നത് എന്ന് ഫത്ഹുൽ ബാരിയുടെ 11ാമത്തെ വാല്യം 441ാമത്തെ പേജിൽ പറയുമ്പോൾ കേട്ടല്ലോ. ഇതാണ് ഫത്ഹുൽ ബാരി. MT ഫത്ഹുൽ ബാരി ഒക്കെ എല്ലാവരും കണ്ടത് തന്നെയാണ്, കാണാത്തവരല്ല. പിന്നെ മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ? സുന്നികളെ അല്ല, കാരണം സുന്നികൾ ഇതിലൊക്കെ ബോധവാന്മാരാണ്. ശരിയാണ്. കാരണം ഈ മുസ്ലിയാക്കന്മാർ സുന്നികളെ കബളിപ്പിച്ച് കുളിപ്പിച്ച് കടത്തിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ബോധവാന്മാർ തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്താണ് ഈ ഫത്ഹുൽ ബാരിയിലുള്ളത്? ദാരിമി, നിങ്ങളെ പിഴച്ച വാദത്തിന് തെളിവല്ല ഫത്ഹുൽ ബാരി. അത് നിങ്ങൾ കോട്ടിമാട്ടിയതാണ്. നിങ്ങളെ മുമ്പിലുള്ള ആളുകളുടെ കണ്ണിലേക്ക് മണ്ണ് വാരിയിട്ടോടിയതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ഫയുൽഹിമൂന ദാലിക, അല്ലാഹു അവർക്ക് തോന്നിപ്പിക്കും, ഫയഹ്തമൂന ബിദാലിക, അവരതിനെ പ്രത്യേകമായിട്ട് കാണും. അഥവാ നമുക്ക് ഷഫാഅത്ത് ഓരോ അമ്പിയാക്കളടുത്തും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ശുപാർശ പറയോ എന്ന് വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന നേരത്ത് അള്ളാഹു അവർക്ക് ഈമാനുള്ളവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പൊ അവർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങനെ പോരാൻ തുടങ്ങും. അങ്ങനെ ഓരോരുത്തരും ഒഴിവാകും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തും. കാരണം ഷഫാഅത്ത് ചോദിക്കാനുള്ള അർഹത അവിടുന്ന് കിട്ടാനുള്ളതാണ്. മഖാമൻ മഹമൂദ് അവിടുന്ന് കിട്ടാനുള്ളതാണ്. അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശക്ക് ഏറ്റവും സൗഭാഗ്യം സിദ്ധിക്കുന്നവർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ ഫീ ഖൽബിഹി ഔ നഫ്സിഹി, കറകളഞ്ഞ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗഹീദുള്ളവർക്ക്, ശിർക്കില്ലാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണത്. ജാറത്തിലും മഖ്ബറയിലും പോയാൽ കിട്ടൂല.